Welcome to Entrance Physics. Rotation circular motion ആണ് കണ്ടുകൊണ്ടിരുന്നത്. അത് തന്നെ റൊട്ടേഷൻ, റിജിഡ് ബോഡി റൊട്ടേഷൻ ഇതാണ് ഒന്ന് കണക്റ്റഡ്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമുക്കറിയാം. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ സാധാരണ മോഷനിൽ വരുന്ന ഒരു പ്രധാന ഘടകമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ ഡിസ്റ്റൻസ് എസ്. ഇതിന് പകരം റൊട്ടേഷനകത്ത് പറയുന്നതല്ല, ആംഗിൾ തിരിഞ്ഞ ആംഗിളാണ് തീറ്റ. അതിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ സർക്കിളിൽ കറങ്ങുമ്പോൾ അല്ലെ ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ സെൻറ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും ഈ റൊട്ടേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ ആർക്കുകൾ ഇങ്ങനെ സബ്റ്റൻഡ് ചെയ്താൽ പോകുന്നു. ആർക്കുകളിൽ കൂടെ ആണ് പോകുന്നത്. അപ്പോൾ അവിടെ ഈ ആർക്ക് ലെങ്ത് എസ് ആയിട്ട്, ആർക്ക് ലെങ്ത് എസിൻ്റെ ഒരു മെഷറാണ്. അപ്പോൾ ലീനിയറായിട്ട് ഇത് നീങ്ങുന്നുണ്ട്, അതേസമയം ആംഗിള് തിരിയുന്നുണ്ട്. ഇത് രണ്ടും കൂടെയുള്ള റിലേഷൻ ആണ് എസ് ഈക്വൽസ് ആർ തീറ്റ. ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി സ്മോൾ ആംഗിൾ അല്ലെ സർക്കിൾ. ഏത് പാർട്ടിക്കിൾ ഡിസ്കിലെ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡിയിലെ ഏത് പാർട്ടിക്കിൾ എടുക്കുന്നോ ആ പാർട്ടിക്കിൾ ഏത് സർക്കിളിലാണോ കറങ്ങുന്ന ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയാം. എസ് ഈക്വൽസ് ആർ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് തിരിയുന്ന ആംഗിൾ. ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന വി ഈക്വൽസ് ആർ ഒമേഗ. ഇത് ലീനിയർ വെലോസിറ്റി അല്ലെ ടാൻജൻഷ്യൽ വെലോസിറ്റി സർക്കുലർ മോഷൻ ഈക്വൽസ് റേഡിയസ് ഇൻറ്റു ഒമേഗ ഈസ് ആംഗുലാർ വെലോസിറ്റി. ഇതിൻ്റെ യൂണിറ്റ് റേഡിയൻ, ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ എ ഈക്വൽസ് ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. അതാണ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ വെലോസിറ്റി കൂടുമ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാകും, കുറയുമ്പോൾ ആംഗുലാർ റിട്ടാർഡേഷൻ ഉണ്ടാകും. അതാണ് ആൽഫ. അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം ലീനിയർ പാരാമീറ്ററും ആംഗുലാർ പാരാമീറ്ററും കൂടെയുള്ള കണക്ഷനാണ്. ലീനിയർ പാരാമീറ്റർ ഈക്വൽസ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ പാരാമീറ്റർ. ഇത് മൂന്നെണ്ണം ബേസിക്കാണ്. പിന്നെ വരുന്നത് ആംഗുലാർ മൊമെൻറ്റമാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നതാണ് ലീനിയർ മൊമെൻറ്റം. സ്ട്രെയിറ്റ് ലൈനിൽ മറ്റൊരു വസ്തുവിനെ ചലിപ്പിക്കാനുള്ള കഴിവ്, അതിനെ ഒരു ദൂരം കൊണ്ട് ഗുണിക്കുന്നതാണ് ആംഗുലാർ മൊമെൻറ്റം. സർക്കുലർ മോഷനിലാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് കൊണ്ട് എം വിയെ മൾട്ടിപ്ലൈ ചെയ്യുക, എം വി ഇൻറ്റു ആർ. അതാണ് ആംഗുലാർ മൊമെൻറ്റം. കറക്കാനുള്ള കഴിവ്, മറ്റു വസ്തുക്കളെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ കറക്കാനുള്ള കഴിവാണ് ആംഗുലാർ മൊമെൻറ്റം. അതിൻ്റെ ഫോർമുലയാണ് എൽ ഈക്വൽസ് ആർ ഇൻറ്റു പി. പി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി. അപ്പോൾ എം വി ഇൻറ്റു ആർ. അതല്ലെങ്കിൽ വിക്ക് ആർ ഒമേഗ എന്നിട്ട് കൊടുത്താൽ എം ആർ സ്ക്വയർ ഒമേഗ. അതും അല്ലെങ്കിൽ ഐ ഒമേഗ. ഇവിടെ ലീനിയർ മൊമെൻറ്റ് എം ഇൻറ്റു വി എന്ന് പറയുന്നതിന് വരെ ആംഗുലാർ മൊമെൻറ്റ് ഐ ഇൻറ്റു ഒമേഗ. അവിടെ എമ്മിന് വരെ ഇവിടെ ഐ, വിക്ക് വരെ ഒമേഗ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെ മാസിൻ്റെ റോളാണ് ഇവിടെ റൊട്ടേഷനകത്ത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഉള്ളത്. അവിടെ മാസ് പറയുന്നിടത്തല്ല ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറയണം. ഇപ്പോൾ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഇനേർഷ്യ ഫാക്ടറാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നടത്തുന്ന ഒരു വസ്തുവിൻ്റെ ഇനേർഷ്യ ഫാക്ടറാണ് മാസ്. രണ്ടും അതാത് ചലനത്തെ എതിർക്കുന്ന പ്രോപ്പർട്ടിയാണ് വസ്തുവിൻ്റെ. ഇനിയും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നടത്തുന്ന ഏജൻ്റ്, അതിന് കാരണക്കാരൻ ഫോഴ്സാണ്. ആ ഫോഴ്സ് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അത് തന്നെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫ് ഈക്വൽസ് എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് കിട്ടും.
ഇതിന് പകരം റൊട്ടേഷൻ നടക്കണമെങ്കിലുണ്ടാകേണ്ട കാരണം, റൊട്ടേഷൻ്റെ കാരണക്കാരനെ നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുക. ടോർക്ക് ഈസ് F/R, മോമെൻ്റ് ഓഫ് ഫോഴ്സ്. ഇത് ടോ ഈക്വൽസ് F/R. ഈ ന്യൂട്ടൺസ് ലോ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉള്ളതുപോലെ തന്നെ റൊട്ടേഷനകത്തും ന്യൂട്ടൺസ് ലോ ഉണ്ട്. ദറ്റ് ഈസ് ടോ ഈക്വൽസ് dL/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I കോൺസ്റ്റൻ്റ് ആണെങ്കിൽ L ഈക്വൽസ് I ഒമേഗ എന്നാണ്. ഇവിടെ P ഈക്വൽസ് M/V. അപ്പോൾ ഇവിടെ I കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോ ഈക്വൽസ് I ആൽഫ എന്ന് കിട്ടും. അപ്പോൾ F ഈക്വൽസ് M എന്ന് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പറയുന്നതിന് പകരം റൊട്ടേഷനകത്ത് ടോർക്ക് ടോ ഈക്വൽസ് I ആൽഫ. ഇത് അപ്ലൈ ചെയ്യുന്നത് വെൻ I ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഇത് അപ്ലൈ ചെയ്യുന്നത് വെൻ M ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൽഫ ഈസ് എ ആംഗുലാർ ആക്സിലറേഷൻ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് റൊട്ടേഷൻ. ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് റെക്റ്റിലീനിയർ മോഷൻ. ഇത് എന്നൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് കൈനമാറ്റിക്സിൽ ലീനിയർ മോഷനകത്ത് V ഈക്വൽസ് U പ്ലസ് AT എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇവിടെ Vക്ക് വരെ R ഒമേഗ എന്ന് കൊടുക്കാം. U എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി, അതിന് വരെ R ω0 എന്ന് കൊടുക്കാം. ω0 ഇസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. പ്ലസ് എക്ക് വരെ R ആൽഫ, എ ഈസ് R ആൽഫ ഇൻറ്റു T. മൊത്തം ഒരു R അങ്ങ് വെട്ടിപ്പോവും. പോയിട്ട് ഒമേഗ ഈക്വൽസ് ω0 പ്ലസ് ആൽഫ T. ഇത് പ്യുവർ റൊട്ടേഷൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ പ്യുവർ റൊട്ടേഷൻ. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ഈക്വൽസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി പ്ലസ് ആംഗുലാർ ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഇത് ഈ ഇക്വേഷൻ തന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിലെ ഇക്വേഷൻ, റൊട്ടേഷൻ്റെ കേസിലെ ഇക്വേഷൻ രണ്ടും ഒരേ ഫോമാണ്. അടുത്ത പോയിന്റ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ S ഈക്വൽസ് UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. എസിന് പകരം R തീറ്റ, യുവിന് പകരം R ω0 ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് വരെ R ആൽഫ ഇൻറ്റു T സ്ക്വയർ. മൊത്തം ഒരു R ക്യാൻസൽ ചെയ്താൽ തീറ്റ ഈക്വൽസ് ω0 T പ്ലസ് ഹാഫ് ആൽഫ T സ്ക്വയർ. S ഈക്വൽസ് UT പ്ലസ് ഹാഫ് AT സ്ക്വയറിന് റെക്റ്റിലീനിയർ മോഷൻ്റെ കൗണ്ടർ പാർട്ട്, അതിന് പകരമായിട്ട് റൊട്ടേഷനകത്ത് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് ഇത്. ആക്സിലറേറ്റഡ് റൊട്ടേഷനകത്ത് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ V സ്ക്വയർ ഈക്വൽസ് U സ്ക്വയർ പ്ലസ് 2AS. V സ്ക്വയറിന് വരെ R ഒമേഗയുടെ സ്ക്വയർ അല്ലെ R സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽസ് U സ്ക്വയർ R സ്ക്വയർ ω0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് വരെ R ആൽഫ ഇൻറ്റു 2ASന് പകരം 2AS, എസിന് പകരം R തീറ്റ. അപ്പോൾ ഇവിടെ R സ്ക്വയർ വരും, ഇവിടെ R സ്ക്വയർ ഉണ്ട്, ഇവിടെ R സ്ക്വയർ ഉണ്ട്. R സ്ക്വയർ എല്ലാം പോയി കഴിഞ്ഞാൽ ω0 ഈക്വൽസ് ഒമേഗ സ്ക്വയർ ഈക്വൽസ് ω0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഇത് വളരെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻസാണ്. അപ്പോൾ ബേസിക്കായിട്ട് ആ ഇക്വേഷൻസ് ഓർത്താൽ മതി. V ഈക്വൽസ് പ്ലസ് AT, S ഈക്വൽസ് UT പ്ലസ്, അത് ഓർത്താൽ അതിന് പകരം ഇവിടെ ഇത് എഴുതാം. ഇനിയും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ വസ്തുവിൻ്റെയും ടോട്ടൽ മൊമെൻറ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയും. ഇതുപോലെ റൊട്ടേഷനകത്തുണ്ട് ടോർക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാ കൺസർവേഷൻ ഓഫ് ആംഗുലാർ വെൻ ടോ ഈക്വൽ 0, L ഈസ് എ കോൺസ്റ്റൻറ്റ്. L എന്ന് പറഞ്ഞാൽ I ഒമേഗയാണ്. ഇപ്പോൾ കണ്ടല്ലോ, I ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ I1 ω1 ഈക്വൽസ് I2 ω2. ദാറ്റ് ഈസ് I1 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/പീരീഡാണ്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം T എങ്കിൽ 2π/T. അപ്പോൾ I1 ഇൻറ്റു ω1 എന്ന് പറയുന്നത് 2π/T1 ഈക്വൽസ് I2 ഇൻറ്റു 2π/T2 ഓർ I1/T1 ഈക്വൽസ് I2/T2. പീരീഡ് കണ്ടുപിടിക്കേണ്ട കേസും ഒക്കെ വന്നു കഴിഞ്ഞ് ഇത് നേരിട്ടങ്ങ് ഉപയോഗിച്ചാൽ മതി കൺസർവേഷനിലുമായിട്ട്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I1/T1 ഈക്വൽസ് I2/T2.
ഇതുപോലെ ഫ്രീക്വൻസി ഉപയോഗിക്കാം. ഒമേഗ എന്ന 2π ഇൻറ്റു ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ 1ന് പകരം I1 ഇൻറ്റു 2πf1 ഈക്വൽസ് I2 ഇൻറ്റു 2πf2. 2π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I1f1 ഈക്വൽസ് I2 ഇൻറ്റു f2. പ്രോഡക്റ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഇത് ഉപയോഗിക്കേണ്ടി വരും. അടുത്ത പോയിൻ്റ് വർക്ക് ലീനിയർ മോഷനിൽ F ഇൻറ്റു എസ് ആ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് പകരം റൊട്ടേഷനകത്ത് എഫിന് പകരം ടോയാ പറയേണ്ടത്, എസിന് പകരം തീറ്റ. സോ വർക്ക് ഈസ് ടോ ഇൻറ്റു തീറ്റ, ടോർക്ക് ഇൻറ്റു ആംഗിൾ ഓഫ് റൊട്ടേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv² പകരം ഹാഫ് I⍵². അവിടെ p²/2m എന്ന് എഴുതുന്ന വരെ ഇത് നമുക്ക് ആംഗുലാർ മൊമെൻറ്റ് L²/2I ഇങ്ങനെ എഴുതാം. ഇപ്പോൾ കൈനറ്റിക് എനർജിക്ക് ചിലയിടത്ത് ഹാഫ് I⍵² എന്ന് ഉപയോഗിക്കേണ്ടി വരും, ചിലയിടത്ത് ചില പ്രോബ്ലത്തിൽ L²/2I എന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതൊരു സർക്കുലാർ ഡിസ്കാണ് എന്നിരിക്കട്ടെ. ഇതിൻ്റെ ആക്സിലയിൽ സെൻറ്ററിൽ കൂടെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക F എങ്കിൽ ഇത് കറങ്ങില്ല. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ടോർക്ക് 0 ആയ. ഇങ്ങോട്ട് അല്പം മാറിയായി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇത് കറങ്ങും. അപ്പോൾ ടോർക്കുണ്ട്. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ F ഇൻറ്റു ഈ ഡിസ്റ്റൻസാണ്. സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്ന് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആപ്ലിക്കേഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഏറ്റവും കൂടുതൽ ടോർക്ക് കിട്ടുന്നത് ഈ ഫോഴ്സ്, ഇതേ ഫോഴ്സ് ഈ റിമ്മിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചടുവൊക്കെ കെട്ടി ഇങ്ങനെ വലിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേസാണ് വരുന്നത്. ഇവിടെ ടോ ഈക്വൽസ് F ഇൻറ്റു റേഡിയസ് ഓഫ് ദി ഡിസ്ക്, F ഇൻറ്റു R. ദാറ്റ് ഈസ് എ മാക്സിമം ടോർക്ക്. ഇത് നേരത്തെ എൻ്റെ റൊട്ടേഷൻ്റെ ഒക്കെ പോസിങ്സ് എടുത്ത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഗതി തലയിൽ കയറും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓരോ ബോഡിയുടെ ഓരോ ഷേപ്പിൻ്റെ, അത് കേട്ടോ 3 ഷേപ്പിൻ്റെ ഉണ്ടോയെന്ന് ബൈ ഹാർട്ട് ചെയ്താക്കണം. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വരും. ഒരു ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, moment is defined for moment is defined for A, vector quantities only, B, scalar quantities only, C, vector and scalar quantities, D, vector and those quantities that can be treated as vectors. ഇതിലെ ചോയ്സ് സി ആ ശരി. വെക്റ്റർ ക്വാണ്ടിറ്റിക്കും സ്കെയിലാർ ക്വാണ്ടിറ്റിക്കും മോമെൻറ്റ് ഡിഫൈൻ ചെയ്യും. ഫോഴ്സ് ഒരു വെക്ടറാണ്. മോമെൻറ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ പറയും, അതാ ടോർക്ക്. മാസ് സ്കെയിലറാണ്. മോമെൻറ്റ് ഓഫ് മാസ് നമ്മൾ ഉപയോഗിക്കും M ഇൻറ്റു R. മാസ് സ്കെയിലർ, അവിടെ മോമെൻറ്റ് വന്നില്ല. മോമെൻറ്റ് ഓഫ് ഏരിയ പറയും, മോമെൻറ്റ് ഓഫ് ലെങ്ത് പറയും, മോമെൻറ്റ് ഓഫ് വോളിയം പറയാം. അപ്പോൾ മോമെൻറ്റ് ഏത് ക്വാണ്ടിറ്റിക്കും പറയാം, വെദർ ഇറ്റ് ബി വെക്റ്റർ ക്വാണ്ടിറ്റി ഓർ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ചോയ്സ് ഈസ് സി. മോമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ വെക്റ്റർ ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. അടുത്ത പോയിൻ്റ്, അടുത്ത ചോദ്യം. 2 disks, circular disks of same moment of inertia rotating about their regular axis with angular velocities ω1 and ω2 are 2 disks of same moment of inertia are rotating about their regular axis with angular velocities ω1 and ω2. They are brought into contact face to face, coinciding the axis of rotation. Then loss of kinetic energy is A, half I into, ഇനിയും പറയുന്ന ബ്രാക്കറ്റിനകത്ത്,
W omega 1 plus omega 2 the whole square. B 1 by 4I into omega 1 minus omega 2 the whole square. C I into omega 1 minus omega 2. D 1 by 8 I into omega 1 minus omega 2 the whole square. രണ്ട് ഡിസ്ക് റെഗുലർ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസാണ്. ആ ആക്സിസിനെ ബേസ് ചെയ്ത് ഒന്ന് ഒമേഗ 1 ആംഗുലർ വെലോസിറ്റിയും രണ്ടാമത്തെ ഒമേഗ 2 ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫേസ് ടു ഫേസ് ആയിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ രണ്ടിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒന്ന് മാറും. അവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അത് എത്രയാണെന്ന ചോദ്യം. സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെ കൊളീഷൻ്റെ കാര്യം പറയുന്ന പോലെ ഇത്. അപ്പോൾ ഇത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ബിഫോർ കോണ്ടാക്ട് ഈക്വൽസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആഫ്റ്റർ കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അതിന് പകരം നമുക്ക് കുറുക്ക് വഴി മതി. ഒന്നിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ, രണ്ടാമത്തേൻ്റെ ഒമേഗ 2 എങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗ 1 മൈനസ് ഒമേഗ 2 അല്ലെങ്കിൽ ഒമേഗ 2 മൈനസ് ഒമേഗ 1. ചോയ്സ് അതനുസരിച്ച് ഒമേഗ 1 മൈനസ് ഒമേഗ 2 എടുക്കുക. ഒമേഗ 1 വലുത് എന്നങ്ങ് ധരിക്കുക. അപ്പോൾ ഒമേഗ 1 മൈനസ് ഒമേഗ 2 അത്രയും ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഉണ്ടാവാം. ഇത് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. രണ്ടിനും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിമാണ്. അപ്പോൾ ഒരെണ്ണത്തിന് കോണ്ടാക്റ്റ് കഴിയുമ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2 പപ്പാതി ആവും. എങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എത്ര? ഹാഫ് I ഒമേഗ സ്ക്വയർ. ഹാഫ് ഇൻറ്റു ഇപ്പോൾ I എന്ന് പറഞ്ഞാൽ 2I ആണ്. രണ്ട് ഡിസ്ക് ഒന്നിച്ച് വന്നിരിക്കുക. ഒന്നിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ആണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഒന്നിച്ച് വരുമ്പോൾ 2I. മാസിൻ്റെ കാര്യം പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സ്കെയിലറാണ്, ചുമ്മാ കൂട്ടിയാൽ മതി. ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2. ഇപ്പോൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് 2I ഇൻറ്റു ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടുത്തെ 2 അങ്ങ് വെട്ടിപ്പോവും. ചുരുക്കത്തിൽ 1 by 4I ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2 ദി ഹോൾ സ്ക്വയർ. ഇതാണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി. വളരെ എളുപ്പം. ഇത് വർഷീറ്റ് വർക്കൗട്ട് ചെയ്യുക പോലും വേണ്ട, തലേന്ന് പെട്ടെന്ന് എടുത്തങ്ങ് എഴുതാമെന്നുള്ളത്. അടുത്ത ചോദ്യം. എ റോപ്പ് ഈസ് വൗണ്ട് around a hollow cylinder of mass 3 kilogram and radius 40 centimeter. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? Choice A 25 meter per second square. B 0.25 radian per second square. C 25 radian per second square. D 0.5 meter per second square. ഇതാ സംഭവം. ഒരു ഹോളോ സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടാൽ റിങ് പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം എടുക്കാൻ. I ഈക്വൽസ് mr സ്ക്വയർ. ഡിസ്ക് ആണ് ഹാഫ് mr സ്ക്വയർ, റിങ് ആണ് mr സ്ക്വയർ. ഇതൊരു ചരട് കെട്ടിയിട്ട് ചരട് താഴോട്ട് വലിക്കുക വിത്ത് എ ഫോഴ്സ് ഓഫ് 40 Newton. വിത്ത് എ ഫോഴ്സ് ഓഫ് 30 Newton. അപ്പോൾ ആദ്യം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. I ഈക്വൽസ് mr സ്ക്വയർ, ദറ്റ് ഈസ് 3 kilogram ഇൻറ്റു 40 centimeter റേഡിയസ്. അപ്പോൾ 0.4 meter, 0.4 സ്ക്വയർ. ആൻസർ ഈസ് 0.48. ടോ ഈക്വൽസ് എഫ് ഇൻറ്റു ആർ. ടോർക്ക് കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു ആർ 30 ഇൻറ്റു 0.4, ദറ്റ് ഈസ് 12 Newton meter. സോ ആൽഫ ഈസ് ടോ ബൈ ഐ. കാരണം ടോ ഈക്വൽസ് ഐ ആൽഫ എന്നല്ലേ ന്യൂട്ടൺസിലും. Angular acceleration alpha is tau by I, that is 12 by
0.48 or 25 radian per second. അതാണ് ആൻസർ. സോ ചോയ്സ് ഈസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ചോയ്സ് ഈസ് സി. ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിംഗ് കാണും. താങ്ക് യു.